ബഹുമാനപ്പെട്ട അധ്യക്ഷൻ CS രാജേന്ദ്രൻ, CST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്, ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യേണ്ട ശ്രീ രാജേഷ്, അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. സംഘടന സന്ദേശം നൽകുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രമേശൻ കുന്നാത്തിരി, വളരെ പ്രസിദ്ധരായിട്ടുള്ള, ഔദ്യോഗികമായും അല്ലാതെയും വളരെ പ്രസിദ്ധരായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. എൻ്റെ ആത്മാവ് സുഹൃത്ത് സഹോദരൻ AK വാസു, എൻ്റെ ചേച്ചി മായ, എനിക്ക് നേരിട്ടറിയാവുന്ന നിരവധി എൻ്റെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, എല്ലാവരെയും ഞാൻ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും പേരിൽ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും ജയ് ഹിന്ദ്. ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ 2019 മുതൽ ആരംഭിച്ച ഒരു പരിശ്രമമാണ് ഇപ്പോൾ സംഘടനാ രൂപത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പട്ടിക വിഭാഗത്തിൽ നിന്നും ഔദ്യോഗിക രംഗത്ത് നിൽക്കുന്നവരും റിട്ടയർ ചെയ്തവരുമായിട്ടുള്ള ആൾക്കാരുടെ ഒരു വിശാലമായൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മ സാമുദായിക സേവനത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് നിങ്ങൾ ഭാവന ചെയ്യുന്നത് എന്നാണ് ഈ നോട്ടീസിൽ നിന്നും നിങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത്തരം ആലോചനയുടെ ഒരു ഘട്ടത്തിലൂടെയാണ് സംഘടന കടന്നു പോകുന്നത് എന്നതുകൊണ്ട് അത്തരം ഒരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതീവമായ സന്തോഷമുണ്ട്. ചില അഭിപ്രായങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനും, എൻ്റെ അഭിപ്രായങ്ങൾ അങ്ങനെ മാറാത്ത അഭിപ്രായമാണ്. ഞാനിവിടെ വിളക്കെത്തിക്കില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വിളക്കെത്തിക്കുന്നവരത് ശരിയല്ല എന്നൊന്നും അതിനർത്ഥമില്ല. എനിക്ക് താല്പര്യമില്ല, അത്രയും എനിക്ക് താല്പര്യമില്ല. അത്രയും ആചാരങ്ങളൊന്നിലും താല്പര്യമില്ലാത്ത ഒരാളാണ് എന്നതുകൊണ്ട് ഞാൻ വിളക്കെത്തിച്ചില്ല. നമ്മുടെ അഭിപ്രായമൊക്കെ മാറണമെന്ന അഭിപ്രായമുള്ള ഒരാളാണ്. സക്കരയുടെ ഒരു കഥയിൽ പറയുന്നത്, എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു, ഞാനും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞത്. അതൊക്കെ മരിച്ച ജീവിതവും. പണ്ടെങ്ങോ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ മരിക്കുവാണ്, കമ്മ്യൂണിസ്റ്റായിട്ട് മരിക്കുകയുള്ളൂ എന്ന് പറയുന്നതും തനി വിഡ്ഢിത്തമാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശേഷി സാഹചര്യത്തിനനുസരിച്ച് അഡാപ്റ്റബിലിറ്റി ഉണ്ടാക്കുക. ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് സ്വയം പരുവപ്പെടുവാനുമുള്ള പ്രാപ്തിയാണ് മനുഷ്യൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം. നമുക്ക് അഡാപ്റ്റബിലിറ്റി വളരെ കുറവുള്ള ഒരു സമുദായമാണ്. നമ്മൾ സമ്മതിച്ചു കൊടുക്കും. കമ്മ്യൂണിസ്റ്റ് ആകാമാണ്, ഞാൻ കോൺഗ്രസ് ആകാമാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ BJP ആകാൻ രക്ഷപ്പെടും, ഞാൻ BJP ആകാൻ തയ്യാറാണ്. എങ്ങനെ രക്ഷപ്പെടുന്നു? നമുക്കൊരു അഭിപ്രായം, നമ്മൾ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് എന്നൊരു സങ്കല്പമില്ല. അങ്ങനെ ഇല്ലാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ SC/ST എംപ്ലോയീസ്, എനിക്ക് മുൻപ് സംസാരിച്ച സ്വാഗത പ്രസംഗം വളരെ ആത്മാർത്ഥമായി പറഞ്ഞൊരു കാര്യം, എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ആൾക്കാർ. അപ്പോൾ അവരെല്ലാവരും കൂടി പരിശ്രമിക്കുകയാണ്. കാര്യങ്ങൾ ചെയ്യുമാണ്. പക്ഷെ അവർ പരിശ്രമിക്കണം. വേണമെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താം. പക്ഷെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ക്ലാസിക്കൽ ഓഫീസ് നമ്മളെടുക്കുക. ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഞാൻ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് വരുന്ന കസ്റ്റമറിനെ കൂടുതലായി പരിഗണിച്ചാൽ ആ നിമിഷം എൻ്റെ മേൽ പതിക്കുന്ന ഒരു ചാപ്പ ജാതിവാദിയാണ് എന്നാണ്. പക്ഷെ അതേ ഓഫീസിലെ നായന്മാർക്ക് വേണ്ടി, സുറിയാനി ക്രിസ്ത്യാനിക്ക് വേണ്ടി വാദിച്ചാൽ അതൊരിക്കലും ജാതിവാദമായിട്ട് നമുക്കും തോന്നുന്നില്ല, അവർക്കും തോന്നുന്നില്ല. അപ്പോൾ അവർക്ക് ആ ഓഫീസിൽ ഇരുന്നുകൊണ്ട് നായർ സമുദായത്തിന് വേണ്ടി ചരട് വലിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ചരട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പുറത്തു പോകുന്നതാണ്
നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന ഗതികേട് എന്നറിയാനുള്ള വിവേകം നമുക്ക് വേണം. നമ്മുടെ ആൾക്കാരാന്ന് പറഞ്ഞ കുറേ ഉദ്യോഗസ്ഥന്മാരിൽ നടക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് സാധാരണ മനുഷ്യർ ചോദിക്കുന്നത്. അവർ ഈ തെറ്റിദ്ധാരണ അവരങ്ങോട്ട് ചെയ്യുന്ന ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ആ ചോദ്യം വരുന്നത്. കേരളനാണ് ഇന്ത്യൻ പ്രസിഡന്റായിട്ട് നമുക്ക് എന്നാ പ്രയോജനം? കേരളനാണ് ഇന്ത്യൻ പ്രസിഡന്റായിട്ട് അവിടെ തന്നെ എന്നാ ചെയ്യാനായി പറയുന്നത്. ഇതിനു മുമ്പ് രാജേന്ദ്ര പ്രസാദ് മുതൽ നിരവധി പ്രസിഡന്റുമാരുണ്ട്. അവരാരും വിപ്ലവം നടത്തണ്ട. കേരളനാരായണൻ പട്ടിക വിഭാഗത്തിലായതിനാൽ അയാൾ പ്രസിഡന്റായി വിപ്ലവം നടത്താൻ നമുക്ക് വലിയ നിർബന്ധമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പുറത്തു വന്നു. നിങ്ങൾ ഓർക്കണം, ഇന്ത്യയിലെ പ്രഥമ പൗര നിൽക്കുക, സ്വന്തം കാര്യം നിൽക്കുക. പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു കന്നുകാലി, ഇതിനു മുമ്പ് ഇവിടെ വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വമുള്ള മറ്റൊരു കന്നുകാലി ഇരിക്കുക. ഇന്ത്യക്ക് നടക്കുന്ന കാര്യം പ്രഥമ പൗര നിൽക്കുവാണ്. പട്ടിക വർക്കോ ആരും അസ്വസ്ഥരല്ല, ആർക്കും ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണ യുക്തി കൊണ്ട് കാര്യങ്ങൾ ആലോചിച്ച് ജനത്തെ മുഴുവൻ രക്ഷപ്പെടുത്തിയേക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി സങ്കീർണമായ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയാണ് നമുക്കുള്ളത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, മൊത്തം പ്രശ്നമാണ്. നമ്മളുടെ പ്രസംഗങ്ങളെ കേട്ടിരുന്നാൽ നമുക്ക് മനസ്സിലായി മൊത്തം പ്രശ്നമാണ്. ഒരു മനുഷ്യൻ വളരെ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത പ്രശ്നമുണ്ടാവും. അതൊരു പാറ്റേൺ ഓഫ് ലൈഫാണ്. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പ്രശ്നമില്ലായ്ക എന്നതൊരു ജീവിതാവസ്ഥയല്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതവും ഇല്ല. പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് പ്രധാനം. പ്രശ്നങ്ങളില്ലാതെ ഒരു ആളും ജീവിക്കുന്നില്ല. ഈ പ്രശ്നത്തോടു കൂടി എൻ്റെ ജീവിതം അവസാനിക്കുകയാണോ നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വാസു എന്നോട് വാസുവിന് അറിയാവുന്ന ഒരു സുഹൃത്താണ്. ഈ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അന്തസ്സായി ഇറങ്ങി നിന്ന് വർത്തമാനം പറഞ്ഞ് മറികടന്ന് പോകേണ്ടതിന് പകരം നമ്മളത് അത്രയും ദുർബലമാണ്. നമ്മുടെ ആന്തരികമായ ബലം വളരെ കുറവാണ്. നമ്മൾ ഈ ആന്തരിക ബലം നിർമ്മിച്ചെടുക്കാതെ ഈ സമുദായത്തെ നമുക്ക് മുന്നോട്ട് കൺസോളിഡേറ്റഡ് ആയി ഐക്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ മഹാന്മാരെല്ലാം വന്നിട്ട് നമ്മളുടെ സ്ഥിതി മാറ്റമുണ്ടെന്നുള്ള തർക്കമൊന്നുമില്ല. നമ്മളൊരു മാറ്റമില്ലാതെ പണ്ടത്തെ കൂട്ടം ജീവിക്കുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റുമാണ്. മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാഗ്രഹിച്ചതിൻ പ്രതി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ ഉണ്ടായ മാറ്റത്തിൻ്റെ ആനുപാതികമായി നോക്കുമ്പോൾ നമ്മളിപ്പോഴും പിന്നാക്കമായി തുടരുന്നതിൻ്റെ പിന്നിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു ബാഹ്യശക്തി മാത്രമല്ല, നമ്മുടെ ഒരു ആന്തരശക്തിയും പ്രവർത്തിക്കുന്നു. നമ്മളുടെ മനോനില, നമ്മളുടെ മനോദൃഢത ജീവിത വിജയത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് എല്ലാവരും പറയുന്നു എന്ന് നമ്മൾ പറയരുത്. എല്ലാവരും പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ആരും പറയുന്നില്ല എന്നാണ്. അതുകൊണ്ട് സമുദായം ചെയ്യട്ടെ എന്ന് നമ്മൾ പറയരുത്. നമ്മൾ ചെയ്യുന്നതാണ് സമുദായമെന്ന്. അതല്ലാതെ നമുക്ക് വെളിയിൽ മറ്റൊരു സമുദായമില്ല. ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ സമുദായം. അതല്ലാതെ എനിക്ക് വെളിയിലുള്ള എല്ലാവരും ചെയ്തു വരുമ്പോൾ 100ാമത്തെ ആളായിട്ട് ഞാനും കൂടി ചെയ്തേക്കാന്ന് പറയുന്നതിനകത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ല, കഥയുമില്ലാത്ത കാര്യമാണ്. ഒരു സെൻ കഥയിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ജീവിതത്തിൽ വേണ്ടത്? മനസ്സമാധാനം എന്നാണ് ഉത്തരം. അതല്ല, മനസ്സമാധാനം വേണം, പിന്നെ എന്താണ് വേണ്ടത്? മനസ്സമാധാനം. അല്ല, അത് ഞാൻ സമ്മതിച്ചു. പിന്നെ എന്താണ്? പിന്നെ ഇൻ അഡീഷൻ ടു മനസ്സമാധാനം എന്താണ് വേണ്ടത്? മനസ്സമാധാനം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജീവിതത്തിൻ്റെ രഹസ്യം കിടക്കുന്നത് അവൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അത് ഉണ്ടാക്കുന്ന തടസ്സങ്ങളെ നീക്കുവാനുമുള്ള നമ്മളുടെ ഒരു ശേഷിയിലാണ് നമ്മൾ വിജയം കിട്ടുന്നത്. നമ്മൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട ഒരു പ്രയോജനമില്ല എന്നുകൂടി അതിനർത്ഥമുണ്ട്.
തോട്ടിക്കൂടി വെള്ളം ആൾക്കാരിങ്ങനെ ഭയങ്കരമായി സ്പീഡിൽ തുടഞ്ഞു പോയിക്കൊണ്ടിരിക്കുക തോട്ടിലൂടെ. നമ്മുടെ വള്ളം കരയ്ക്കിരിക്കണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ വള്ളം കരയ്ക്കായിരിക്കുന്നതാണ്. അതറക്ക് തോട്ടിയിടുക എന്നുള്ളത്. അല്ലാതെ കയറി വള്ളം വലിക്കരുത്. അതാ ഞാൻ ഈ പറയുന്നത്. നമ്മൾ വള്ളം വലിച്ചുകൊണ്ടിരിക്കുള്ളൂ, വള്ളം ഒരിക്കലും മുന്നോട്ട് പോകില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്നതിലൊരു പെശകാണ്. നമുക്കങ്ങനെ എന്താണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് യാഥാർത്ഥ്യമൊക്കെ കൺസീവ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഡോക്ടർ B.R. അംബേദ്കർ നമുക്കൊരു മഹത്തായ മാതൃകയാണ്. അംബേദ്കർ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങളെ പ്രധാനമായും 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് SC എന്ന് പറയുന്ന പട്ടികജാതിക്കാർ, മറ്റൊന്നാണ് ST ഷെഡ്യൂൾഡ് ട്രൈബ്, മൂന്നാമത്തത് OBC, നാലാമത്തത് അതേഴ്സ് ഓർ ജനറൽ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ 4 വിഭജനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള വിഭജനങ്ങൾ. അപ്പൊ ഇങ്ങനെ ഈ SC വിഭാഗത്തിനകത്ത് പെടുന്ന ഒരു ജാതിയിൽ അംബേദ്കർ പിറന്നത് കൊണ്ടല്ല അംബേദ്കർ നമുക്ക് മഹാനായി. അതുകൊണ്ട് മാത്രമല്ല, അതൊരു പ്രധാനമാണ്, നമ്മളെ സംബന്ധിച്ച് പ്രധാനം. അത് മാത്രമല്ല, അല്ലാതെ തന്നെ അംബേദ്കർ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ 1891 ജനിച്ച് 1956 മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം 2-3 ചരിത്രങ്ങളാണ്. ഒന്ന്, ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രവുമായി ബന്ധിപ്പിച്ചൊരു ജീവിതമാണ് അംബേദ്കർക്കുള്ളത്. അതേ കാലഘട്ടത്തിലെ അനേകായിരം പ്രക്ഷോഭങ്ങളുടെ നടുവിൽ നിന്ന് അഭിപ്രായ രൂപീകരണം നടത്തിയ ചരിത്രമാണ് അംബേദ്കർക്കുള്ളത്. അതേ സമയത്ത് ഉയർന്നു വന്ന നിരവധി ആശയങ്ങളോട് സംവാദാത്മകമായി ഇടപെട്ട് സാക്ഷാൽ മഹാത്മാഗാന്ധിയെപ്പോലും വെല്ലുവിളിച്ച് മറികടന്നു പോകുന്ന ധിഷണയാണ് ഡോക്ടർ B.R. അംബേദ്കർ എന്ന് പറയുന്നത്. അപ്പൊ അംബേദ്കർ നമ്മൾ വെറുതെ ഞങ്ങളുടെ കേരളത്തിലെ ഒരു സംഘടന നടത്തുന്ന ഒരു ക്വിസ് മത്സരത്തിൽ പറയുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഇതാണ്: അംബേദ്കറുടെ ജാതിക്ക് സമാനമായ കേരളത്തിലെ ജാതിയെ ഉണ്ടാക്കി. അപ്പൊ കുട്ടികൾ ഒരു ജാതിയുടെ പേര്, കറക്റ്റ്, നിനക്ക് 100 മാർക്ക്. ഇതൊക്കെ എന്തൊരു നമ്മളെ വെറുതെ എല്ലാ മനുഷ്യർ പിന്നോക്കക്കാരെന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ഭാവന കൊണ്ട് നമ്മൾ പുറകിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രശ്നം. ഡോക്ടർ B.R. അംബേദ്കർ അന്ന് പരിശ്രമിച്ച് നമ്മളെ ചരിത്രത്തിന് മുന്നേ നടത്താനാണ് ആശയം, വീക്ഷണം കൊണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു ദേശീയ നേതാവിനും ഇല്ലാത്ത വിധം അവഗാഹമായ ധാരണയും ഭാവനയും ഉണ്ടായിരുന്ന ആളായിരുന്നു അംബേദ്കർ. അതുകൊണ്ടാണ് ഗാന്ധിയോട് അദ്ദേഹം ഏറ്റുമുട്ടിയത്, മുഖാമുഖം നിന്നത്. ഗാന്ധി പറയുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം അന്ന് അംബേദ്കർക്കുണ്ടായിരുന്നു. പക്ഷേ അംബേദ്കറെ നമ്മൾ പലപ്പോഴും, ഇന്ത്യൻ സമൂഹം അംബേദ്കറെ തള്ളിക്കളയുവാനോ മറവിയിൽ നിർത്തുവാനോ ശ്രമിക്കുമ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയാണ്, സമുദായമാണ് അംബേദ്കറെ ഓർമ്മയിൽ നിലനിർത്തിയത്. അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഡോക്ടർ B.R. അംബേദ്കർ വേണ്ടത്ര രീതിയിലുള്ളൊരു പരിചരണം ലഭ്യമാകുന്നുണ്ടോ എന്നത് നമ്മൾ സ്വയം പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായമുള്ള ഒരാളായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിൽ നടന്ന, ഇന്ത്യയിൽ നടന്ന നിരവധി പോരാട്ടങ്ങൾ നമ്മളുടെ വഴി നടക്കാനോ വിദ്യാഭ്യാസം ചെയ്യാനോ ഒക്കെയുള്ള സമരങ്ങളെ മുഴുവൻ സമാഹരിച്ച് അതിനെ നിയമവൽക്കരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ അനുബന്ധമാക്കി മാറ്റിയത് ഡോക്ടർ B.R. അംബേദ്കറാണ്. ഈ സമരങ്ങൾ നേരിട്ട് എന്നങ്ങോട്ട് കയറിയായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തേക്ക്. ഈ കേരളത്തിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലും നടന്ന സമരങ്ങൾ നേരിട്ട് അങ്ങോട്ട് നിയമമായി മാറുകയല്ല. അതിൻ്റെ പിന്നിൽ പണിയെടുത്ത, ബൗദ്ധികമായ വലിയ പ്രവർത്തികൾ ചെയ്ത മനുഷ്യനാണ് ബാബാ സാഹേബ് ഡോക്ടർ B.R. അംബേദ്കർ. അങ്ങനെ നമ്മളെ ദേശീയ പൗരകളാക്കി മാറ്റുന്നതിൽ, പൗരന്മാരാക്കി മാറ്റിയതിൽ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട് ഡോക്ടർ B.R. അതുകൊണ്ടാണ് ഡോക്ടർ B.R. അംബേദ്കർ പ്രസക്തമായത്.
മാത്രവുമല്ല ഇന്ന് ലോകത്തെമ്പാടും അതുകൂടി നമ്മൾ കാണും. നമ്മളെ വിചാരിക്കുന്നത് നമ്മുടെ ഒരാളാണെന്നാണോ വിചാരിക്കുന്നത്? ഇന്ന് ആഫ്രിക്കയിലെ വിദ്യാർത്ഥികൾ, യൂറോപ്പിലെ ജിപ്സികൾ, അമേരിക്കയിലെ ബ്ലാക്സ് ഒക്കെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയങ്ങളെ പിന്തുടരുന്നവരാണ്. ഖാന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പറഞ്ഞ് ഈ ഗാന്ധിയുടെ പ്രതിമ അടിയന്തരമായിട്ട് എടുത്ത് മാറ്റിക്കണമെന്നാണ് പറഞ്ഞത്. പകരം അംബേദ്കറുടെ പ്രതിമ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ പ്രക്ഷോഭം നടന്നു ഖാനയിൽ, ആഫ്രിക്കയിൽ. ജിപ്സികളുടെ പ്രതിനിധികൾ ഇന്ത്യയിൽ വന്ന് പഠനം നടത്തിയിട്ട് അവർ പറഞ്ഞു അവർ ലീഡർ ഈസ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാണ് പറഞ്ഞത്. യൂറോപ്യൻ ജിപ്സികൾ, നിങ്ങൾക്കറിയാമോ യൂറോപ്യൻ ജിപ്സികൾ നഗരങ്ങളിൽ ഒരിക്കലും കാണാത്ത യൂറോപ്പിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജിപ്സികൾ അംബേദ്കർ സ്കൂൾ നടത്തുന്നുണ്ട്. യൂറോപ്പിൽ അംബേദ്കർ സ്കൂൾ. നമുക്കതിന് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു പണിയാണ്. അത് പാവപ്പെട്ടവർ പണക്കാരെന്നുള്ള വിഭജനം മാത്രമേ നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ഫാന്റസിയിലായി ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നത് ഇന്ന് ലോകം ആദരിക്കുന്ന, ലോകത്തിന് വഴികാട്ടിയായിട്ടുള്ള വലിയൊരു ചിന്തകനാണ്. എവിടെയൊക്കെ ഭരണകൂടത്താൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ, സമൂഹത്തിൽ ഒഴിവാക്കപ്പെട്ട ജനതയുണ്ടോ, അവിടെയെല്ലാം ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രസക്തനാണ്. നമുക്കും ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രസക്തരാണ്. ഇവിടെ രണ്ടാമത്തെ ഒരു സെക്കൻഡ്, ഇപ്പൊ ഇവിടെ ഇന്ത്യക്കകത്ത് ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമൊക്കെ നടക്കുകയാണ്. അതങ്ങനെ നടക്കണം. 1925 അവർ പ്രഖ്യാപിച്ചത് ഞങ്ങളൊരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാവും. അന്നെന്തോ ഭ്രാന്തന്മാർ പറയുന്നതായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും കണ്ടത്. എന്തോ ഭ്രാന്ത് പിടിച്ചവന്മാർ പറയുന്നൊരു കാര്യം അവഗണിച്ചു കളഞ്ഞു. 89ാമത്തെ വർഷം അവർ സ്വന്തം നിലക്കൊരു പ്രധാനമന്ത്രി ഉണ്ടാക്കിക്കൊണ്ടാണ് 25 ഡിക്ലെയർഡ് ആയിട്ടുള്ള 25 പ്രഖ്യാപിച്ച സ്വപ്നം അവർ സാക്ഷാത്കരിച്ചത്. 2014 സ്വന്തം നിലക്ക് ഒരു പ്രധാനമന്ത്രിയെ നിർമ്മിച്ചുകൊണ്ട് അതിനും 6 വർഷം മുമ്പ്, 1925 6 വർഷം മുമ്പ് 1919 ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ സൗത്ത് ബോറോ കമ്മീഷൻ കൊടുക്കുന്ന നിവേദനത്തിൽ ഇന്ത്യൻ രാഷ്ട്രം എന്തായിരിക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നു. അദ്ദേഹം പറയുന്നു ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കണം. ആ ജനാധിപത്യത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ള ഗവൺമെന്റ് ഉണ്ടാകണം. ആ സ്വപ്നത്തെ 1 മീറ്റർ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇതാണ് നമ്മൾ സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യം. സ്വയം പരിശോധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളതല്ലാതെ വെറുതെ പെരിഫറിയിൽ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് കരകയറാൻ പറ്റില്ല എന്ന് ഉത്തമ ബോധ്യമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രഖ്യാപിച്ച എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഗവൺമെന്റ് എന്ന സങ്കല്പമാണ് നമ്മൾ താലോലിക്കേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ സംവരണം എന്നത് നമ്മുടെ പങ്കാളിത്തമാണ്, റെപ്രസെന്റേഷനാണ്. സംവരണത്തെ കുറിച്ച് ഇന്ത്യക്ക് തെറ്റിദ്ധാരണയുണ്ട്. എന്തോ പാവപ്പെട്ടവർക്കും ബുദ്ധിയില്ലാത്തവർക്കും കൊടുക്കുന്നൊരു കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരോടൊക്കെ അവർ പറയുന്നത് നിങ്ങൾക്കൊക്കെ പഠിച്ചില്ലെങ്കിൽ തന്നെ ജോലി കിട്ടൂല്ലോ എന്നാണ്. പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടുന്നൊരു വിഭാഗം നമ്മൾ. അത് വിചിത്രമായൊരു വർഗമാണ്. പഠിച്ചില്ലെങ്കിലും ജോലി കിട്ടും. ബുദ്ധിയൊന്നും ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുന്ന എന്തൊരു സംവിധാനമാണ്. പിന്നെ പാവപ്പെട്ടവർക്ക് ഇത് 2 ശുദ്ധ സംബന്ധമാണ്. ഒരിക്കലും ബുദ്ധിയില്ലാത്തവർക്കല്ല ജോലി കിട്ടുന്നുണ്ട്, ബുദ്ധിയുള്ളവർക്ക് തന്നെയാണ് ജോലി കിട്ടുന്നത്. തോറ്റവർക്കാർക്കും ഇവിടെ റിസർവേഷന്റെ പേരിൽ ആരും ജോലിയൊന്നും കൊടുക്കാറില്ല. MBBS എൻട്രൻസ് തോറ്റാൽ ഏതാണ് റിസർവേഷൻ ഉണ്ടാവും. തോറ്റാലും കുഴപ്പമില്ല, അവൻ ഡോക്ടറായിട്ട് പഠിച്ചോട്ടെന്ന് ആരും തീരുമാനിക്കുന്നത്. പിന്നെ ഇവരെന്നാ നീ പറയുന്നു? പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്, പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കുന്നത്, അതിനകത്ത് സമ്പന്നർ വേറെ നമ്മളൊക്കെ ഇത് അടിച്ചുകൊണ്ട് പോവാതാണ്. അപ്പൊ നിങ്ങളെ ഒഴിവാക്കണം, ഉദ്യോഗസ്ഥന്മാരെ ഒഴിവാക്കണം, നമ്മളെയൊക്കെ ഒഴിവാക്കണം. അപ്പൊ കേൾക്കുമ്പോൾ ഒരു രസമുള്ള ഒരു കാര്യമായിട്ട് തോന്നാം. പണക്കാരെ അടിച്ചുകൊണ്ട് പോകുന്നു, പണക്കാരെ പുറത്താക്കുന്നു, നേരിട്ട് പാവപ്പെട്ട പട്ടികജാതിക്കാരിലേക്ക് സംവരണം നേരിട്ട് എത്തുന്നു. കേൾക്കാൻ നല്ല രസമാണ്. കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ വർഷങ്ങളോളം പ്രചരിപ്പിച്ചൊരു ശുദ്ധ നുണയാണ്. യഥാർത്ഥം സംഭവിച്ചത് അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഡോക്ടർ വാസുവിടെ
കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പെട്ടെന്ന് റെസ്പോൺസ് എഴുതുന്ന ആളാണ്. ഫേസ്ബുക്കിലൂടെയും അല്ലാതെയൊക്കെ അഭിപ്രായമൊക്കെ പറയുന്ന ഒരാളാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം PhD ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്, കാര്യങ്ങൾ വായിച്ചു പഠിക്കുന്ന ഒരാളാണ്, ഇതിന് സമയമുള്ള ഒരാളാണ്, അതിന് മിച്ചം പൈസ അത്യാവശ്യം ചെലവഴിക്കാൻ പ്രാപ്തിയുള്ളതാണ്. അയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കി പിന്നെ ഗുണമെന്നറിയാമോ? ആരും വിട്ടിയാവും എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ നാക്കും മൂക്കും പ്രാപ്തിയുമുള്ളവരെ മുഴുവനും വെട്ടിമാറ്റുകയും മിണ്ടാപ്രാണികളെ മാത്രം SC/ST ആയിട്ട് പരിഗണിക്കുകയും ചെയ്യുന്ന ഈ പറയുന്നതിന്റെ അർത്ഥം, യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആചാരപരമായി പുറത്തു നിർത്തപ്പെട്ട നമ്മളെ ദേശരാഷ്ട്രം തിരിച്ചെടുത്ത വ്യവസ്ഥയാണ് സമ്മണം. ദേശരാഷ്ട്രം തിരിച്ചെടുത്ത വ്യവസ്ഥയാണ് സമ്മണം. മഹാത്മാഗാന്ധിയെ അംബേദ്കർ ആദ്യം കാണുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഗാന്ധി എനിക്കൊരു മാതൃരാജ്യമില്ലെന്നാണ് പറഞ്ഞത്. പുഴുക്കളെ പോലെ കാണുന്ന പട്ടികളെയും പന്നികളെയും പോലെ എൻ്റെ ജനത്തെ കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്ത്യ ഞങ്ങളുടേതാണെന്ന് കരുതും എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതിനും 20 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ ഭരണഘടന എഴുതുമ്പോൾ അതിന്റെ ആമുഖത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയത് അംബേദ്കറാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് അംബേദ്കർ എഴുതാൻ കാരണം വലിയ എഗ്രിമെന്റുകൾ, ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന എഗ്രിമെന്റുകൾ, ട്രൈബിനെ ആദിവാസികൾ ഉൾക്കൊള്ളുന്ന എഗ്രിമെന്റുകൾ, പട്ടിക വിഭാഗത്തെ ഉൾക്കൊള്ളുന്ന എഗ്രിമെന്റുകളൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന. അങ്ങനെ നമ്മളൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഇന്ത്യൻ പൗരന്മാരും ആയതുകൊണ്ട് നമുക്ക് സംവരണം കിട്ടുമല്ലോ എന്നുള്ളതല്ല പ്രധാനം. അത് മാത്രമല്ല നമ്മുടെ പ്രശ്നം, നമുക്ക് ഈ രാഷ്ട്രത്തിന്റെ ഭാഗതയെ തീരുമാനിക്കാൻ അവകാശമുണ്ട്. അതിലേക്ക് നമ്മളുടെ ചിന്തകളെയും ഭാവനകളെയും നാം വികസിപ്പിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കും. നിരവധി പേർ സംസാരിക്കാറുണ്ട്, എനിക്കും ആവശ്യത്തിന്. നമ്മളൊരു കാലത്താണ് സാമുദായിക സേവനത്തെ മുൻനിർത്തി ഒട്ടും ചെറുതല്ലാത്ത ഒരു സംഘത്തിന് രൂപപ്പെടുത്തി. തികച്ചും അഭിനന്ദനീയമായ ഒരു കാര്യം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രധാനമായും നിങ്ങൾ ചർച്ചയ്ക്കെടുത്തത് എന്താണ് നമ്മുടെ കാലഘട്ടത്തിലെ സമുദായ സേവനം. വി ഹാവ് ടു ഡിഫൈൻ ഇറ്റ്. എന്താണ് നമ്മുടെ കാലഘട്ടത്തിലെ സമുദായ സേവനം? സമുദായ സേവനം എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളതാണോ? ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണോ? അത് മാത്രമാണോ സമുദായ സേവനം എന്ന് പറയാൻ? നമ്മൾ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം നടത്തുക, പ്രകടനം നടത്തുക, സമ്മേളനം നടത്തുക, പ്രതിഷേധം നടത്തുക, കളക്ടറേറ്റ് കൊടയുക, സെക്രട്ടേറിയറ്റ് കൊടയുക, ഇതാണ് സമുദായം. ഇത് മാത്രമാണ് സമുദായ സേവനം. പ്രകടനം കൊണ്ട് കേരളത്തിലെ ദളിതരുടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ പരിഹരിച്ചു, ഒരു സംശയമില്ല. അത്രയും പ്രകടനം നമ്മൾ നടത്തിയിട്ടുള്ളൂ, അത്രയും ശക്തി പ്രകടനം. 1-2 പേര്, ലക്ഷങ്ങളാണ്. പ്രശ്നം പരിഹരിച്ചില്ലാത്തതുകൊണ്ട് അത് മാത്രം ചെയ്താൽ പോലെ നമുക്ക് പിടികിട്ടി. പിന്നെന്താ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഉദ്യോഗസ്ഥ മേഖലയിൽ വന്ന് എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആണ് നമ്മൾ. എപ്പോഴും കേരളത്തിന്റെ സവിശേഷ ചരിത്രം എടുത്തു നോക്കുമ്പോൾ സമുദായത്തെ മുന്നോട്ട് ചലിപ്പിച്ചിട്ടുള്ളത് ആ സമുദായത്തിലെ പണക്കാരും ആ സമുദായത്തിലെ വിദ്യാസമ്പന്നരും. വേറെ ആർക്കും ചലിപ്പിക്കാൻ പറ്റില്ല. നമ്മളാണത്. ഈ ദളിത് സമുദായത്തിലെ സമ്പന്നരും വിദ്യാഭ്യാസമുള്ള ഒരു വിഭാഗമാണ്. അപ്പൊ നമുക്ക് അതിൽ ഉത്തരവാദിത്വം, നമ്മളുടെ മേഖല എന്താണ് എന്ന് നമ്മൾ തീരുമാനിക്കും. എഡ്യൂക്കേഷന് മേഖല, ഹെൽത്തിന്റെ മേഖല, അങ്ങനെ പല മേഖലകളിലൂടെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പറ്റും. നമ്മൾ യഥാർത്ഥ അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ സമുദായത്തിന്റെ ഐക്യത്തെ, ജാതിക്കപ്പുറമുള്ള സാമുദായികമായ ഏകോപനത്തെ സാധ്യമാക്കുന്നതായിരിക്കും. ജാതിയുടെ ബേസിക്കായ പ്രകൃതം തമ്മിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതിനെ കവിഞ്ഞ് നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുമ്പോഴാണ്, സഹോദരന്മാരാണ് സഹോദരിമാരാണെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ജീവിതത്തെ മുന്നോട്ടെടുക്കാൻ പറ്റും. ഇന്ത്യക്കകത്ത് നമുക്ക് ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഇന്ത്യ സ്വതന്ത്രമായി കഴിയുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം ശരിയായിക്കൊള്ളുമെന്ന് 1919 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു.
ഇന്ത്യ സ്വതന്ത്രമായി കഴിയുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം ശരിയായിക്കോളും, അതുകൊണ്ട് ബ്രിട്ടീഷുകാർ തൽക്കാലം പോട്ടെ എന്ന് പറഞ്ഞു. ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻസ് ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പോകാൻ വരട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പോകണ്ട. ഏത് ബ്രിട്ടീഷുകാരെ പോകണ്ടെന്ന് പറഞ്ഞതല്ല നമ്മുടെ പാരമ്പര്യം. എന്താ പോകണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ പോയ ഇവരന്മാരെല്ലാം കൂടി ഞങ്ങളെ കടിച്ചു കീറി കൊല്ലുമെന്നാണ് പറഞ്ഞത്. ഈ ഹിന്ദുക്കൾ, ഈ ജാതി ഹിന്ദുക്കൾ ഞങ്ങളെ ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ടൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞവരാണ് ഇന്ത്യയിലെ ദളിത്. അപ്പൊ നമ്മൾ വി ആർ നോട്ട് ദ പാർട്ട് ബട്ട് എ പാർട്ട് എന്നാണ് അംബേദ്കർ പറയുന്നത്. ഞങ്ങൾ ഇതിന്റെ ഭാഗമല്ല, വേറിട്ട ഭാഗമാണ്. ആ വേർപെടലാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കഥ. നമ്മളെ ഒരു മനുഷ്യരായിട്ട് കൂട്ടിയിട്ടില്ലെന്ന അർത്ഥം. ഒരു എഴുത്തുകാരി വാസു ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്, നിരന്തരമായി അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്, കേരളം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ വാസുവിനെ പൂർണ്ണ വളർച്ചെത്തിയ ഒരാളായിട്ട് ആരും പരിഗണിക്കില്ല. ഇവിടെ പ്രശ്നങ്ങളാണ്. നമ്മളെന്ത് ചെയ്യും? നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചൊരു പ്രവർത്തന പദ്ധതികൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ വിജയിക്കാൻ പ്രധാനപ്പെട്ട 2 മാർഗങ്ങൾ. അന്ന് അയ്യൻകാളി, മഹാത്മാ അയ്യൻകാളി വിദ്യാഭ്യാസത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി എടുത്തുകൊണ്ടാണ് വലിയൊരു വിപ്ലവത്തിന് തുടക്കം കൊടുത്തത്. വിദ്യാഭ്യാസം ഇപ്പോഴും പ്രസക്തം തന്നെ, സംശയം. അയ്യൻകാളി അന്ന് അക്ഷരം പഠിപ്പിച്ചു. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുമ്പോൾ അയ്യങ്കാളിയോട് കാണിക്കുന്ന അനാദരവിന് അതിരുകളില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് കുട്ടിയുടെ ഉത്തരവാദിത്തമല്ല, കുട്ടിയുടെയും മാതാപിതാക്കളുടെയും സമുദായത്തിൻ്റെയും, കുട്ടി, കുടുംബം, സമുദായം, ഈ 3 കൂടി കൂടുമ്പോഴാണ് വിദ്യാഭ്യാസം സുഗമമാവുന്നത്. MA പഠിക്കുന്ന ഒരു ആദിവാസി വിദ്യാർത്ഥിനി ആദിവാസി യൂത്തിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞൊരു കാര്യം, സാറ് എൻ്റെ വീട്ടിലൊന്ന് വരണം, എൻ്റെ അച്ഛനോടും അമ്മയോടും വൈകുന്നേരം കള്ളു കുടിച്ചിട്ട് വന്ന് ബഹളമുണ്ടാക്കരുത്, എനിക്ക് വായിക്കാൻ അവസരം ഉണ്ടാക്കണമെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞ് കാണിച്ചത് ഈ കേരളത്തിലാണ്. നമ്മൾ ഓർക്കണം. അപ്പൊ മക്കൾ പഠിക്കുന്നുണ്ടോ എന്നറിയില്ല, പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ടോ എന്നറിയില്ല. +2 കഴിഞ്ഞ് മിക്കവാറും നാട്ടുമ്പുറത്തൊന്നും ആരും പോകാറില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികൾ പോകാറില്ല. അപ്പൊ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട വലിയ പിതാമഹന്മാരോട്, അയ്യങ്കാളി അടക്കമുള്ള പിതൃസ്വരൂപങ്ങളോട് ഒന്നും നമുക്ക് യാതൊരു ബാധ്യതയുമില്ല. നമ്മൾ കപ്പ കാണുന്ന ആരെയുടെ പുറകെ പോയേക്കുക. ഞാൻ പറഞ്ഞ ആ സ്വഭാവം നമ്മൾ, അതായത് ഈ കപ്പ ഇടുന്നത് കപ്പയ്ക്ക് ഇടകൊത്താൻ പോകുന്നതും പറഞ്ഞ പോലെ, എനിക്ക് കപ്പയ്ക്ക് ഇടകൊത്താൻ പോകുന്നതാണ് എനിക്കിഷ്ടം. എന്താണെന്നറിയോ? ഞാൻ രാവിലെ തൂമ്പ ഇടുന്ന കുത്തി 3 മണി ഞാൻ തൂമ്പ വലിച്ചെറിഞ്ഞ് കൈ നീട്ടുവാണ്, കാശോടെ എനിക്ക് വീട്ടിൽ പോകാം. കപ്പ ഇട്ട ഒരു പ്രശ്നം എനിക്ക് എങ്ങനെ പോകണേ, കപ്പ വളരുന്നുള്ളൂ എന്ന് നോക്കണം, പിന്നെ വെള്ളം ഒഴിച്ചു നോക്കണം, ഒത്തിരി ഉത്തരവാദിത്തം. എനിക്ക് ഈ ഉത്തരവാദിത്തം വേണ്ടെന്നേ, ഞാൻ കൂലി പഠിക്കാതെ. ഇതാണ് നമ്മളുടെ ഒരു ഉള്ളിലിരിപ്പ്. ഇത് പറ്റില്ല. ഇത് ആരും തരാനാ നമുക്ക്, നമ്മൾ തന്നെ നേടുക. നമ്മൾ തന്നെ അവസാനത്തെ കാര്യം, ഇനിയുള്ള കാലത്ത് ഈ സംവരണം കിട്ടി നമുക്കിതുപോലൊരു എൻമാസായിട്ടൊന്നും എൻ്റർ ചെയ്യാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. ആ കൂടി 2% സർക്കാർ ജോലിക്കാർ ഇന്ത്യക്കകത്ത്, 98% പുറത്താണ്. നമ്മൾ മനസ്സിലാക്കണം. 2% ജോലിക്കാർ, അതിന് 10%, 16% നമ്മളുള്ളത്. ഈ 2-ലെ 16% നമ്മളുള്ളത്. അപ്പോ അത് ചെറിയ നെഗ്ലിജിബിൾ ആണ്, അത് കുറഞ്ഞു വരിക. അതിന്റെ ജോബ് മാർക്കറ്റിന് വ്യത്യാസം വന്നു, വിദ്യാഭ്യാസത്തിന്റെ മാർക്കറ്റിലെല്ലാം വ്യത്യാസം വന്നിരിക്കും. അപ്പൊ ഇവിടെ പുതിയൊരു സാധ്യത, 2 സാധ്യതകളാണ് കാണുന്നത്. ഒന്ന് എന്റർപ്രണർഷിപ്പാണ്, സ്വയം സംരംഭകത്വം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ സ്വയം സംരംഭകത്വം എന്ന് പറഞ്ഞാൽ അനവധി സംഗതികളൊന്നുമില്ല. നിങ്ങൾ ഒരാളോട് ചോദിച്ചു നോക്കിയാൽ, കച്ചവടം നടക്കുന്ന ചോദിച്ചു, നമ്മളെ കച്ചവടം തുടങ്ങിയാൽ ശരിയായി ആകെ അഭിപ്രായം, പിന്നെ എങ്ങനെ കാര്യം നടക്കാം? നമുക്കൊരാത്മവിശ്വാസം വേണ്ടി ഞാനത് എന്ത് വില കൊടുത്തു എൻ്റെ കച്ചവടം വിജയിപ്പിക്കുമെന്നല്ല തോന്നുന്നത്. നമ്മളൊന്നും ശരിയായി. ഈ ആത്മവിശ്വാസം ഇല്ലായ്മയ്ക്കാണ് പരിഹാരം പോകാൻ. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ആത്മവിശ്വാസം ഇല്ല, കൂട്ടായി ചെയ്യുന്നു 5-6 പേര്.
അങ്ങനെ മറ്റുള്ളവരുടെ വീടുകളിൽ മൂന്നാം തരം ജോലി ചെയ്യാതെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പറ്റുന്ന ഒരു ഭൗതിക അന്തരീക്ഷം സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് വ്യക്തികൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് സമുദായത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്? 1914 ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഈഴവരോട് പറഞ്ഞു, അതെ നിങ്ങളിങ്ങനെ ഈ ഒറ്റയ്ക്ക് വല്ല കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്യും, ഒറ്റയ്ക്ക് പറ്റിയ 3-4 പേര് കൂടി കമ്പനി രജിസ്റ്റർ ചെയ്യും, വ്യവസായമൊക്കെ തുടങ്ങും, എന്നാലേ രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് കേട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ചന്ദ്രിക സോപ്പ്. നിങ്ങൾക്ക് അറിയാമോ? ഗുരു പറഞ്ഞ് കേട്ട് തുടങ്ങിയതാണ് കാര്യം. നമുക്കിതൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇനി നമുക്ക് വിട്ടുക. അതുകൊണ്ട് എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വ്യവസായികളായി മാറുന്നത്, ചെറുതും വലുതുമായ ഇൻകം കിട്ടുന്ന വിധം സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വാശ്രയ ജീവിതം ഉണ്ടാക്കിയെടുക്കുക. അയ്യങ്കാളിയോട് 5-6 പേര് എന്ന് പറഞ്ഞു, ഞങ്ങൾ ആ ചായക്കടയിൽ ചെന്ന് ചായ കുടിച്ചപ്പോൾ ഒരു ചേട്ടയ്ക്കകത്ത് ചായ തന്നു. അതുകൊണ്ട് ചായക്കട ഇപ്പോൾ കത്തിക്കണം, ചായക്കടക്കാരൻ അടിയും കൊടുക്കണം. അയ്യങ്കാളിയോടെ അഭ്യർത്ഥന. ചരിത്രകാരന്മാർ പറയുന്നത് ശരിയാണ്. അയ്യങ്കാളി അന്നേരം പോയി അവിടെ അടിപിടി ഉണ്ടാക്കണം. അയ്യങ്കാളി വന്ന അനിയകൾ വിളിച്ചു, എന്നെ അർത്ഥം ചായക്കടക്കാരൻ ചേർത്ത് ചായ തന്നു, നീ ഒരു കാര്യം ചെയ്ത് നാളെ മുതൽ ചായക്കട പോകണം, ചായക്കട ചെന്നാലല്ലേ ചേർത്തെ തരുവുള്ളൂ. ഇപ്പോൾ സ്വാശ്രയ ജീവിതത്തിന്റെ മഹാസന്ദേശമാണ് എന്ന് പറഞ്ഞാൽ അപമാനം എരന്ന് വാങ്ങാൻ നടക്കരുതെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതൊന്നും നടക്കരുത്. അതിൽ നമുക്കൊരു ആത്മബലമാണ്. ആത്മബലത്തിനാണ് സമുദായം എന്ന് പറയുന്നത്. ആത്മബലത്തെയാണ് സമുദായം എന്ന് വിളിക്കുന്നത്. എന്നെ താങ്ങാൻ എനിക്ക് സമുദായം ഉണ്ടെന്നൊരു തോന്നലാണ്. ഇറ്റ് ഈസ് ആൻ ഇമാജിനേഷൻ. കമ്മ്യൂണിറ്റി ഒരു മെറ്റീരിയൽ വസ്തുവല്ല, അതൊരു ഇമാജിനേഷൻ. ഞാൻ വീണാൽ അടുത്ത ആളെ എന്നെ താങ്ങുന്നു. എൻ്റെ വീഴ്ചയിൽ അവൻ സന്തോഷിക്കുകയല്ല, അവൻ ദുഃഖിതനും എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവനാണ് എൻ്റെ സഹോദരൻ എന്ന ഒരു ഹോൾ ഫീലിംഗ്, എ ഫീലിംഗ് ഓഫ് വൺനെസ്. അതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു പേര്. രണ്ടാമതൊരു സംഘം അവസാനിപ്പിക്കാൻ, മൈഗ്രേഷൻ. വി ഹാവ് ടു മൈഗ്രേറ്റ്, ഇന്റേണൽ ആൻഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഞാൻ ഒരു ഉദ്യോഗസ്ഥരാണ്. ഈ മാസം റിട്ടയർ ആയിരുന്ന, ഈ മാസം 30-ാം തീയതി 34 വർഷത്തെ സർവീസിന് ശേഷം റിട്ടയർ ആയിരുന്ന ഒരാളാണ്. LICയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് നിലവിൽ. ഞാൻ ദീർഘകാലം സാമുദായിക പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രൊമോഷനൊന്നും പോകാതെ ജീവിച്ച ഒരാളാണ്. ഏതായാലും ഈ മാസം ഞാൻ റിട്ടയർ. ഈ ജോലിക്കാർ റിട്ടയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോകാൻ പൈസയുടെ പോകാമെന്നാണ് വിചാരിച്ചത്. പോകാൻ പറ്റും. മൈഗ്രേഷൻ ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ ഒരു മനോനിലയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഞാൻ ലോകത്തിന്റെ ഏത് മൂലയിലും ചെന്ന് രക്ഷപ്പെടുമെന്ന് തോന്നാത്തവനും മൈഗ്രേറ്റ് ചെയ്യണം. അവൻ അവിടെ കിടക്കുന്നതല്ല, ജനിച്ച പഞ്ചായത്ത് കിടക്കുന്നതല്ലാതെ അവൻ പുറത്തേക്ക് പോയി. നമ്മളൊരു പുതിയ ആസ്പിരേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി. ഈ കേരളം എങ്ങനെ രക്ഷപ്പെട്ടത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? 1960-കളിൽ പെൺകുട്ടികളെ, സ്വന്തം മക്കളെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വണ്ടി കയറ്റി ബോംബെക്ക് വിട്ടിട്ട് തിരിച്ചുപോയ ക്രിസ്ത്യൻ അച്ഛന്മാരോ, ക്രിസ്ത്യാനികളായ അച്ഛന്മാരോ അമ്മമാരോ, ഈ പെൺപിള്ളേർ എവിടെയാണ് പോകുന്നതെന്ന് പോലും അന്വേഷിക്കാതെ പറഞ്ഞിട്ട് അവരാണ് പിൽക്കാലത്ത് ഗൾഫിൽ പോയി ഗൾഫിൽ നിന്ന് പണയച്ച് കേരളത്തെ രക്ഷിച്ചെന്ന് പറയും. അന്ന് എൻ്റെ നാട്ടിൽ പറഞ്ഞു കേട്ടുള്ള കാര്യം, എൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാൾക്ക് അന്ന് എയർഫോഴ്സിൽ ജോലി കിട്ടി. എയർഫോഴ്സിൽ ജോലി കിട്ടിയിട്ട് ഈ പുള്ളി വിടത്തില്ല. അമ്മാമ്മ വിടില്ല. ഏത് അപ്പനല്ല അമ്മയല്ല, അപ്പൻ്റെ അമ്മ വിടത്തില്ല. എൻ്റെ മകൻ വിമാനത്തിൽ വീണ് മരിക്കുമെന്ന് പറഞ്ഞ അമ്മാമ്മ കരഞ്ഞുകൊണ്ട് പുള്ളി പോയില്ലെന്നാണ്. എങ്ങനെയുണ്ട്? നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന പിന്നോക്കാവസ്ഥയാണ് ഇതൊക്കെ. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ MA പഠിച്ച ആളാണ്. MA കാനറ ബാങ്കിലെ മാനേജറായിരുന്നു. അദ്ദേഹം 1960-കളുടെ അവസാനം ആഫ്രിക്കയിൽ അധ്യാപകനായിട്ട് ക്ഷണിക്കപ്പെട്ട ആളാണ്. അപ്പൊ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഇവിടുത്തെ ജോലിയൊക്കെ മതിയെന്ന്. എങ്ങനെയുണ്ട്? നമ്മുടെ കുട്ടികളെ അതുകൊണ്ട് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ വിട്ട് പഠിപ്പിക്കണമെന്നാണ്. അയ്യങ്കാളിയോട് നമുക്ക് സ്നേഹം മടങ്ങി
യൂറോപ്പിൽ വിട്ട് പഠിപ്പിക്കുന്ന കുട്ടികൾ. അല്ല മഹാരാജ് കോളേജ് ഞാൻ മാസമൊക്കെ മഹാരാജ് കോളേജ് പഠിച്ചോ മനസ്സിലായില്ല. അവിടെ വിട്ട് പഠിപ്പിക്കുന്നതിലോ വലിയ അന്തസ്സൊന്നുമില്ല. മൈഗ്രേറ്റ് ചെയ്യും. രണ്ടാമത് ഇന്റേണൽ മൈഗ്രേഷൻ അകത്ത്, കേരളത്തിനകത്ത് 40-ൽ തുടങ്ങി. ഈ കോട്ടയത്തും പാലായിലും കാഞ്ഞിരപ്പള്ളിയുടെ ക്രിസ്ത്യാനികൾ മുഴുവനാണ് വയനാട്ടിൽ അട്ടപ്പാടിലും ആ ഭൂമികളാണ് കെട്ടിപ്പിടിച്ച് അവന്മാർ വലിയ പൈസക്കാരും വലിയ സംഘടിത ശക്തിയായി. നമ്മുടെ കാരണവരുടെ ഒറ്റ എഴുത്ത് പോയി. ഓർക്കണത് അല്ല, ഞാൻ തമാശ പറയുന്നത്. നമ്മൾ എന്താന്ന് വിചാരിക്കുന്നത്? നമ്മളിതൊന്നും ചെയ്യാൻ തയ്യാറല്ല. നമ്മൾക്ക് ഇതെല്ലാം മറകൂടം തന്നോ. നമുക്ക് ജീവിതത്തിൽ വിജയിച്ചേ പറ്റും. എന്നേക്കാൾ മെച്ചപ്പെട്ട ജീവിതം എൻ്റെ മക്കൾക്കുണ്ടായിരിക്കണമെന്ന് നിർബന്ധിച്ചേ പറ്റും. പക്ഷെ നമുക്ക് പലപ്പോഴും ഇത് കഴിയാറില്ല. ഞാൻ പറയുന്നത് അങ്ങനെ വലിയൊരു ജീവിത പരിശീലനം കൊടുക്കുന്ന വലിയൊരു നെറ്റ്വർക്കായിട്ട് നമ്മുടെ സംഘടനയ്ക്ക് മാറാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കണം. ബാക്കിയുള്ള സംഘടനകൾക്ക് അത് പ്രവർത്തിക്കട്ടെ. നമ്മൾ വഴികാട്ടികളുടെ റോൾ എടുക്കാൻ പറ്റും. വഴികാട്ടി സെൻട്രൽ യൂറോപ്പ് യൂണിവേഴ്സിറ്റി എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇവിടെ SC/ST വിദ്യാർത്ഥികളൊന്നുമില്ല, നിങ്ങളുടെ അവിടെ നിന്ന് വിദ്യാർത്ഥികൾ കിട്ടും. ഒരു കുട്ടിയെ ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞു വിട്ടു കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഇയാൾ ചെയ്യുന്നതിനാണ്, ഇയാൾ ഇവിടുത്തെ ഈ സംഘടനാ നേതാക്കൾ, വിപ്ലവകാരികളുടെ സംഘടനയെ കൊണ്ടുള്ളൂ, അധ്യാപകരുടെ ആ സംഘടനാ നേതാക്കളെയൊക്കെ വിളിച്ചു പറയാം. അവരൊക്കെ മിക്കവാറും സാധാരണ ജാതിയിൽപ്പെട്ടത്. ആ മനുഷ്യൻ ഹരിപ്പാടുകാരനൊരു നായനാണ് എന്നെ വിളിക്കുന്നത്. പുള്ളി എന്നോട് പറയുന്നൊരു കാര്യം, ഇങ്ങനെ വിളിച്ചു അവരാദ്യം പറയുന്നൊരു വാക്യം, SC/ST വിഷയം അമ്മനൊന്നും പഠിക്കുകയാണ്. ആദ്യത്തെ വാചകം എന്ന് പറഞ്ഞാൽ യൂറോപ്പിന് പോകാനുള്ള അവസാന നാണയം ആദ്യത്തെ വാചകത്തിൽ അടിക്കുക. ഇത് തുറക്കാൻ നമുക്ക് പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ കിടന്നുണ്ടല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ ജനതയെ ഇന്റർനാഷണലൈസ് ചെയ്യാൻ, വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കാൻ, വിദേശങ്ങളിൽ പോകാൻ, ഡോളേഴ്സ് സമ്പാദിക്കാൻ, നമ്മുടെ അടുത്ത തലമുറയെ പ്രാപ്തമാക്കാൻ നമുക്ക് കഴിയും. അതിന് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇമാജിൻ്റെ ആയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ നടപ്പിലാക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് സാമുദായിക സേവനത്തിൻ്റെ ഏറ്റവും ദീപ്തമായ മുഖങ്ങളിലൊന്ന്. അതിന് പറ്റുന്നവരാണ് ഉദ്യോഗസ്ഥന്മാരും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുമൊക്കെ. അവർക്ക് വിപുലമായ ബന്ധങ്ങളുണ്ട്, അത്യാവശ്യം സാമ്പത്തികം മൊബിലൈസ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഇതെല്ലാം ഒത്തൊരുമിച്ച് വന്നാൽ തീർച്ചയായും സമുദായത്തിൻ്റെ ഐക്യവും സാധ്യമാണ്. ഇപ്പോൾ കാണുന്ന ഐക്യം നമ്മൾ വലിയ ഐക്യമായിട്ട് എടുക്കേണ്ട കഴിയും. അത് പണ്ടൊരു ഫ്രഞ്ച് ചിന്തകൻ പറഞ്ഞ പോലെ ഉരുളൻകിഴങ്ങ് ചാക്കിനകത്ത് കെട്ടിവെച്ച പോലെയാന്ന് പറഞ്ഞത്. ഉരുളൻകിഴങ്ങ് ചാക്കിനകത്ത് കെട്ടി വെക്കുമ്പോൾ നല്ല ഐക്യത്തിൽ അങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷെ അഴിച്ചു വിടരുത്. അഴിച്ചു വിട്ടാൽ പിന്നെ ഈ ഉരുളൻകിഴങ്ങ് എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരെണ്ണം തെക്കോട്ട് പോകും, ഒരെണ്ണം മുടക്കോട്ട്, ഒരെണ്ണം പടിഞ്ഞാണ്ട് പോകും, ഒരെണ്ണം അനങ്ങാതെ അവിടെ കിടക്കും. അപ്പൊ ഈ അങ്ങനെയല്ല, ഐക്യം എന്നത് സാന്ദ്രമായിരിക്കണം. സാന്ദ്രമായി അത് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കും. ഇത്രയും കാലം സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകൾ നമ്മളോട് പറഞ്ഞ രാഷ്ട്രം, സമൂഹം, കുടുംബം, വ്യക്തി. രാഷ്ട്രം ശരിയാകുമ്പോൾ സമൂഹം ശരിയാവും, സമൂഹം ശരിയാകുമ്പോൾ കുടുംബം ശരിയാവും, കുടുംബം ശരിയാകുമ്പോൾ വ്യക്തിയും ശരിയാവും. ഞാൻ നിന്നോട് നേരെ തലതിരിക്കാൻ പറഞ്ഞു, വ്യക്തിയിൽ നിന്ന് ആരംഭിക്കണം. നമുക്ക് തീരുമാനം വേണം. ആ തീരുമാനം കുടുംബത്തിൽ പ്രതിഫലിപ്പിക്കണം. കുടുംബത്തിൽ പ്രതിഫലിക്കുമ്പോൾ താങ്ങാൻ സമുദായം വേണം. ആ സമുദായം ധീരമായി സമൂഹത്തോട് സംസാരിക്കണം. രാഷ്ട്രത്തിന്റെ ഭരണചക്രം തിരിക്കാൻ നമുക്ക് പ്രാപ്തി അങ്ങനെയേ കൈവരൂ. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. സ്വകാര്യ താല്പര്യങ്ങൾ തീർച്ചയായും മനുഷ്യരുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സ്വകാര്യ താല്പര്യങ്ങൾ കളയരുത്, വേണം. പക്ഷെ അത് സമൂഹത്തെ നശിപ്പിക്കുന്നതാവരുത് എന്നത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാവൂ. ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെടുന്നതിന് പോലും സമുദായത്തിന്റെ വലിയ അന്തസ്സാണെന്ന് തന്നെ നമ്മൾ കാണണം. അവൻ ഒറ്റയ്ക്ക് പോയിട്ട് എനിക്കെന്നാ നിനക്ക് അവനെന്നെ പറയുന്നു. അവൻ ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെട്ടു, എനിക്കെന്നാ പറയാൻ? എൻ്റെ ഒറ്റയ്ക്ക് പോയാൽ രക്ഷപ്പെടാമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഒറ്റയ്ക്ക് പോയാലേ രക്ഷപ്പെടുന്നു. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സഞ്ചരിക്കാൻ പഠിക്കണം. പിന്നെ നമ്മൾ ഭയങ്കര ഐക്യം കൂട്ടം കൂടുവാന്നാണ്. കൂട്ടം കൂടുന്നത് പേടിച്ചിട്ടാണ്, ഐക്യം കൊണ്ടൊന്നുമല്ല. നാട്ടിൻപുറത്ത് നമ്മുടെ ആൾക്കാരൊക്കെ കൂട്ടം കൂടിയാൽ നടക്കുള്ളൂ. എന്താ അർത്ഥം? ഒറ്റയ്ക്ക് നടക്കാറിയില്ല. ദേ ആർ നോട്ട് ഇൻഡിവിജ്വൽസ്, വ്യക്തികളല്ല. വ്യക്തികളാണെങ്കിൽ വേർപെട്ട് നടക്കും. നമ്മൾ വേർപെട്ട് നടക്കാൻ മക്കളെയും
നമ്മളെ തന്നെയും നമ്മൾ പരിശീലിപ്പിക്കണം, അഭിപ്രായമുള്ളവരാക്കാൻ. ഒരു രഹസ്യം എന്ന് പറഞ്ഞോട്ടെ, പണ്ട് ഞാനിങ്ങനെ LIC ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി ചെല്ലുമ്പോൾ അവിടെ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അപ്പോഴും അവിടെയുള്ള SC/ST അങ്കിൾ എന്നോട് വന്നു. എനിക്കത് പറയുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ കാര്യം നമ്മുടെ കാര്യം അല്ല, പട്ടികജാതിപ്പെട്ട ഞാൻ പറയും രഹസ്യമായിട്ട് പരസ്യമായിട്ട് പറയാൻ ഇനി എന്നോട് പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ മനുഷ്യ സ്വഭാവം. നമ്മുടെ കാര്യം എന്തോ മ്ലേച്ഛമായ കാര്യമാണ് നമ്മൾ തന്നെ കരുതി, പിന്നെ മറ്റേ നമ്മൾ അന്തസ്സായി കാണണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരുള്ളപ്പോഴും എവിടെയും പറയാൻ കഴിയുന്ന കാര്യമാണ് ദളിത് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് ബോധ്യമാണ്. ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ക്വസ്റ്റ്യൻ. നീ ജനാധിപത്യവാദി അല്ലെന്നാ നമ്മൾ പറയുന്നത്. നീ ജനാധിപത്യവാദിയാണെങ്കിൽ ഞങ്ങളുടെ വാക്ക് നീ അല്ല. നീ നീ പറയണ ഇവന് എന്നാ പാരമ്പര്യത്തിന്റെ കാര്യം നീ പറയുന്നത്? കേരളത്തിൽ ദായന്മാർ 100 കൊല്ലമായിട്ടേ ഉള്ളൂ സ്വന്തം അപ്പനെ കയറി അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ എന്നാ പാരമ്പര്യമുള്ളത് നീ പറയുന്നത്? അതിനേക്കാളൊക്കെ എന്ത് അന്തസ്സായിട്ട് നമ്മളെ കൂട്ടം ജീവിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ. നമ്പൂതിരിമാർക്ക് എന്നാ അന്തസ്സുണ്ടെന്ന് നീ പറയുന്നു? ആ സൂര്യനമ്പൂതിരിപ്പാടിനെ മാത്രം നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ചാൽ നമുക്കറിയാം അയാൾക്ക് എന്നാ പ്രാകൃത മനുഷ്യൻ. പക്ഷെ ഇവരെല്ലാം വലിയ പുള്ളികളാണ്. നമ്മളൊന്ന് പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യൻ എന്നാ പാരമ്പര്യം? ഈ ഉദയംപേരൂർ സുരംഗ ദിവസം നടക്കുന്ന കോടിവെട്ടായിരുന്നു എൻ്റെ പരിപാടി, മന്ത്രവാദമായിരുന്നു എൻ്റെ പരിപാടി. ബൈബിള് കണ്ടിട്ടില്ല ഒരു ക്രിസ്ത്യാനി. അവർ പണ്ടുപോലെ ക്രിസ്ത്യാനികളാണ്, ചുമ്മാ പറയുന്നതൊക്കെ. എന്നിട്ട് നമ്മളൊന്നിനും കുറഞ്ഞവരല്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം, ഡോക്ടർ B.R. അംബേദ്കറെ കൊണ്ട് ഒരാളെ ഞാൻ മാറ്റി നിർത്താറെന്ന് പറഞ്ഞാൽ അന്നേരം അവന്മാർ ബോധം കിട്ടി വരും. ഒരാളെ നിന്റെ സമുദായത്തിൽ ഞാൻ മാറ്റി നിർത്താൻ പറഞ്ഞു. ഡോക്ടർ B.R. അംബേദ്കറെ പോലെ അയ്യങ്കാളിയെ പോലെ ഒരാളെ മാറ്റി നിർത്താന്ന് പറഞ്ഞാൽ ആരുമില്ലെന്നേ, ആരുമില്ല. യഥാർത്ഥത്തിൽ ഫ്ലറിഷ്ടാണ്. ആനയ്ക്ക് ആനയുടെ വില അറിയാൻ പാടില്ല. നമ്മൾ ആരാന്നറിയത്തില്ല, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിങ്ങനെ നിൽക്കുക, രാവിലെ ഇറങ്ങി കവലെ നിൽക്കുക. മറ്റൊരു മാറുന്നത് നീ കയറി ഒരു സ്ഥലം വരണം, കയറും എങ്ങോട്ടാ പോകുന്നവൻ അറിയത്തില്ല. ചെന്നിറങ്ങുമ്പോൾ അവൻ അറിയുന്നത് ഞാൻ വൈക്കത്തിനാണ് വന്നത്. ഈ അവസ്ഥയാണ് നമ്മൾ മാറ്റേണ്ടത്. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ചിന്തിക്കുവാനും മുന്നോട്ട് പോകുവാനും സമുദായത്തെ പ്രാപ്തമാക്കുന്ന വലിയൊരു ശൃംഖലയും മാർഗദർശികളുമായി മാറാൻ ഈ സംഘടനയുടെ ഓരോ അംഗങ്ങൾക്കും കഴിയട്ടെ. അത് സമുദായത്തിന് വലിയൊരു അസറ്റായി മാറട്ടെ. അങ്ങനെ വിശാലമായ ഐക്യത്തിലൂടെ ഭാവി ഇന്ത്യൻ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് കടക്കാൻ ഈ സമുദായത്തെ അത് കരുത്ത് ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞില്ല നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കുന്നു. ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.